ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ചിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ് ഫാബ്രിക്കാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അത് നമുക്കിവിടെ രണ്ട് പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട്, ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനുമായിട്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ 24 ഇഞ്ച് വിഡ്ത്താണ് എടുത്തിട്ടുള്ളത്. ലെങ്ത് ഇവിടെ 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ട് മടക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇനി നമുക്കിതുപോലെ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടും ഒരു ഭാഗം ക്ലോസ് ആയിട്ട് ഇരിക്കും. അതിന് ശേഷം വേണമെങ്കിൽ മെഷർമെൻറ്റ്സ് ഒന്നുകൂടെ ഒന്ന് നമുക്ക് നോക്കാം. ദെൻ നമുക്ക് കഴുത്തകലം ഞാനിവിടെ 2.25 ഇഞ്ച്, ഷോൾഡർ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം 6 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ഷേപ്പ് വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നര ഇഞ്ച് താഴ്ത്തിയതിന് ശേഷം ഇതുപോലൊന്ന് ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇതൊരു 1/2 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ താഴ്ത്തി കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നെക്കിനുള്ളതും ഷേപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ശേഷം സ്റ്റിച്ചിങ്ങിനുള്ള ആ ഒരു പോർഷൻ ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഷോൾഡറിൽ നിന്നും 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ദെൻ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തും അതുപോലെ തന്നെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ 1/2 ഇഞ്ചും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 1 ഇഞ്ചുമായിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ആം ഹോൾ ഇതുപോലൊന്ന് ഫുള്ളായിട്ട് മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ ഹാഫ് എവിടെയാണോ അവിടെ വച്ചിട്ട് നമുക്കിതുപോലൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൽ ആം ഹോൾ 1/2 ഇഞ്ച് താഴ്ത്തി കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ബാക്കി ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്, ബാക്കിൽ ഡോട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്ക് പാർട്ട് ഇതാണ്. ഇനി ബാക്കി സ്റ്റിച്ചിങ് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ലൈനിങ് പാർട്ട് വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ആ ഒരു വെൽവെറ്റ് ഫാബ്രിക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ഷേപ്പിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം സ്ലീവ് കട്ടിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ബാക്കിയുള്ള ആ ഒരു ഫാബ്രിക്കിൽ നിന്നും ഇതുപോലെ മെഷർമെൻറ്റ്സ് എടുക്കാം. ഞാനിവിടെ 7 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. അതായത് 6 ഇഞ്ചാണ് ആവശ്യം. 1 ഇഞ്ച് കൂടുതലിട്ട് 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത് എടുക്കാം. അതിന് ശേഷം ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ദെൻ ഇത് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം. 2 സ്ലീവിനുള്ള ഫാബ്രിക് ഇതിലുണ്ട്. ദെൻ നമുക്ക് മെഷർമെൻറ്റ്സ് ഒന്ന് നോക്കാം. അതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. മൂന്നര ഇഞ്ച് താഴ്ത്തിയതിന് ശേഷം സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മുടെ ഒറിജിനൽ ഫാബ്രിക് ഇതുപോലെ യോജിപ്പിച്ചിട്ട് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഒരു ഭാഗം യോജിപ്പിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും യോജിപ്പിച്ചു കൊടുക്കാം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെയാണ് ലൈനിങ് പാർട്ടും സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം ആ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് അതിൻ്റെ നെക്കൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. നെക്ക് പെർഫെക്റ്റ് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കട്ടിങ് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു ലൈനിങ് പാർട്ട് അകത്താക്കിയതിന് ശേഷം നമുക്ക് ബാക്കി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നെക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ബാക്കി പാർട്ട് നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നമ്മളൊരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ബാക്ക് പാർട്ട് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മുന്നേ പറഞ്ഞതുപോലെ ബാക്ക് പാർട്ടിൽ ഡോട്ടാണ് രണ്ട് വശത്തും സ്റ്റിച്ച് ചെയ്യുന്നത്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ 1/4 ഇഞ്ച് വീതം രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡോട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബാക്ക് പാർട്ടിലാണോ ഓപ്പണിങ് വരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ രണ്ട് വശത്തും ഫാബ്രിക് വെച്ചിട്ട് ഹുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ യോജിപ്പിച്ച് വെച്ച് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പഫ് സ്ലീവ് ആയിരുന്നു സ്റ്റിച്ച് ചെയ്തത്. ആ ഒരു സ്ലീവ് ഇതിലോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് വശത്തും സ്ലീവ് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഷേപ്പ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലൊന്ന് മടക്കി വെച്ചിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്